പാർട്ടി കൊടുത്തിട്ടുള്ള ഒരു സമീപനത്തെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും SIT പറയുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശ്രീ എൻ വാസുവിനെ ആരാ സാർ പിന്തുണയ്ക്കുന്നത്? അത് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ ഞങ്ങൾ. ശ്രീ അനിൽ ബോസ് മറുപടി പറയുമ്പോൾ പറഞ്ഞാൽ മതി. എനിക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് ശബരിമലയിലെ ദേവസ്വം ബോർഡ് ജീവനക്കാരനും കോൺഗ്രസിൻ്റെ യൂണിയൻ്റെ ഭാരവാഹിയുമായിരുന്ന KS ബൈജു എന്നയാൾ ഈ കേസിൽ പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ശബരിമലയിലെ വിധിയിൽ ഞങ്ങൾ ആരെങ്കിലും പോയി വിധി സമ്പാദിച്ചോ ശ്രീ അഭിലാഷേ? CPIMുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സുപ്രീം കോടതി പോയോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. ആരാണ് ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്തത്, പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് എന്താണ് ചെയ്തത്? ഇവിടെ 6/3/2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിക്ക് നൽകിയ കത്തിലാണ് സ്വർണം പൂശിയത് എന്ന ആ കാര്യം ഒഴിവാക്കി ചെമ്പ് മാത്രമായിട്ടുള്ളത്. അതിനു മുമ്പ് 16/2/2019 ഈ കേസിൽ പ്രതിയായ അറസ്റ്റിലായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഈ എൻ വാസുവിന് ദേവസ്വം കമ്മീഷണർക്ക് കൊടുത്ത കത്തിൽ കട്ടിള പൊതിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റിൽ മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് എന്ന് സ്പെസിഫൈ ചെയ്തിരുന്നു. ഈ സ്വർണം പൂശിയിട്ടുള്ളത് എന്ന സ്പെസിഫൈ ചെയ്തിരുന്ന കാര്യത്തെ മാറ്റിക്കൊണ്ട് ആദ്യത്തെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് എൻ വാസുവിൽ നിന്നാണ്. തുടർന്ന് അങ്ങോട്ടാണ് എല്ലായിടത്തും ഈ സ്വർണം മാഞ്ഞും ചെമ്പ് മാത്രമാവുന്നത്. മഹസറിൽ മുരാരി ബാബു എഴുതുമ്പോൾ സ്വർണ്ണമില്ല, ചെമ്പാണ്. തുടർന്ന് അങ്ങോട്ടെല്ലാം ചെമ്പാണ്. അപ്പോൾ ഇതൊരു മൗലികമായ പ്രശ്നമാണല്ലോ. നമ്മൾ ഈ കോൺസ്പിരസിയുടെ ഫൗണ്ടേഷൻ എവിടെ എന്ന് നോക്കി പോകുമ്പോൾ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരപ്രകാരം ചെന്ന് നിൽക്കുന്നത് എൻ വാസുവിലാണ്. അത് അവിതർക്കിതമായ കാര്യമല്ലേ? അംഗീകരിക്കുന്നോ? ശ്രീ അഭിലാഷ്, അതിനു മുമ്പ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പലതവണ വ്യക്തമാക്കിയതാണ്, ഇപ്പോഴും വ്യക്തമാക്കിയതാണ്. BJPയുടെ പ്രതിനിധി ബഹുമാന്യനായ ശ്രീ ശംഭുദാസ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ഇടപെടാൻ താല്പര്യക്കുറവുകൊണ്ട് മാത്രം ഇടപെടാതിരുന്നതാണ്. അദ്ദേഹം വളരെ വേഗതയിൽ പറഞ്ഞു തീർത്ത കാര്യത്തിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിധിയാണ് ശബരിമല സ്ത്രീ പ്രശ്നത്തിലെ വിധിയെന്നാണ്. അതായത് RSSന്റെ പ്രതിനിധികളായിട്ടുള്ള പറഞ്ഞു എന്നുള്ളത് അങ്ങ് കേട്ടില്ല. കാരണം അങ്ങക്ക് ആവേശം CPMന്റെ പുറത്ത് ഈ പ്രശ്നം അവതരിപ്പിച്ച് ഒന്ന് സംതൃപ്തി അടഞ്ഞ് ചർച്ച അവസാനിപ്പിക്കുകയാണല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് ആ സമയത്തുള്ള കാര്യമാണ്. അതായത് ശബരിമലയിലെ വിധി ഇവിടെ എല്ലാം വലിച്ചടയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശബരിമലയിലെ വിധിയിൽ ഞങ്ങൾ ആരെങ്കിലും പോയി വിധി സമ്പാദിച്ചോ ശ്രീ അഭിലാഷേ? CPIMുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സുപ്രീം കോടതി പോയോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? ഞങ്ങളുടെ ഏതെങ്കിലും മഹിളാ പ്രസ്ഥാനങ്ങളോ ഞങ്ങളുടെ പാർട്ടിയോ ഞങ്ങളുടെ സംഘടനകളോ എവിടെങ്കിലും ഒരു സമരം നടത്തിയോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? ഞങ്ങളുടെ ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടോ ശബരിമലയിൽ സ്ത്രീ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്? ഞങ്ങൾ പോകാത്തൊരു കാര്യത്തിന് RSSന്റെ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്, കേരളത്തിൽ സ്ത്രീകളെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്ന വാദം അവിടെ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയി ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കി അവർ കോടതി വിധിയുമായിട്ട് വരികയും ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്നത്തെ ജന്മഭൂമി പത്രം വാർത്ത കൊടുക്കുകയും RSSന്റെ ദേശീയ നേതൃത്വം സ്വാഗതം ചെയ്യുകയും ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു വിധി കൊണ്ടുവന്നപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറി ആ വിധി നടപ്പിലാക്കാൻ. പക്ഷേ അതിനുശേഷം അവിടെ നടന്ന നാമജപഘോഷയാത്രയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം കണ്ടുകൊണ്ട് ആരാണോ കോടതി വിധി സമ്പാദിക്കാൻ പോയത് ആ സമ്പാദിക്കാൻ പോയ RSS പിന്മാറി, അതുപോലെ കോൺഗ്രസും പിന്മാറി. കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന ശ്രീ പ്രയാർ ഭഗവാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് നിലപാടെടുത്തു. ഈ സമയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ശബരിമല സ്വർണ്ണ പ്രശ്നത്തെ ചർച്ച ചെയ്ത് അവതരിപ്പിക്കാൻ കൊണ്ടുവരുന്നതിൻ്റെ അപകടം ഒന്നാമതായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത് ശ്രീ അനിൽ ബോസ് മറുപടി പറയുമ്പോൾ പറഞ്ഞാൽ മതി. എനിക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് ശബരിമലയിലെ ദേവസ്വം ബോർഡ് ജീവനക്കാരനും കോൺഗ്രസിൻ്റെ യൂണിയൻ്റെ ഭാരവാഹിയുമായിരുന്ന KS ബൈജു എന്നയാൾ ഈ കേസിൽ പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അദ്ദേഹം INTUCക്കാരനോ കോൺഗ്രസ്സുകാരനോ അതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായിരുന്ന KS ബൈജു ആണോ ഈ കേസിൽ ഒരു പ്രതി എന്നുള്ളത് അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. മൂന്നാമത് ഇതിൽ അങ്ങ് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിൽ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ശ്രീ എൻ വാസു
അദ്ദേഹം യൗവനകാലത്ത് ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകൻ, പിന്നീട് അദ്ദേഹം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെ സഞ്ചരിച്ച ആളാണ്. ബഹുമാന്യനായ ശ്രീ PK ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹം പെടുമ്പോൾ അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് നല്ലതായതുകൊണ്ടാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ട്രാക്കിലേക്ക് അദ്ദേഹത്തെ പെടുത്തിയത്. നിങ്ങൾ അറിയേണ്ടതൊരു കാര്യം, കേരളത്തിൽ ഏറ്റവും നല്ല അഴിമതിക്ക് സാധ്യത എക്സൈസ് വകുപ്പാണല്ലോ. ആ എക്സൈസ് വകുപ്പ് CPM-ന്റെ ഒരുപാട് മന്ത്രിമാർ ഭരിച്ചിട്ടുണ്ടല്ലോ. 10 പൈസയുടെ അഴിമതി ആരോപണം CPM-നെതിരായിട്ട് വന്നിട്ടുണ്ടോ? ഒരിടത്തും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാനത് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റായ ഒരാളെ പിടിച്ച് മന്ത്രിയുടെ സ്റ്റാഫായിട്ട് വെക്കുകയും അതുപോലെ ശുദ്ധിയുണ്ട് എന്ന ധാരണയിൽ തന്നെയല്ലേ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത്. ഇപ്പോഴും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹം അത് പാർട്ടിയെ കൊടുത്തിട്ടുള്ള ഒരു സമീപനത്തെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും SIT പറയുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശ്രീ N വാസുവിനെ ആരാ സാർ പിന്തുണയ്ക്കുന്നത്? അത് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഞങ്ങൾ ഉദ്യോഗസ്ഥരായാലും അല്ലെങ്കിൽ ഭരണാധികാരികളായാലും ഈ കാര്യത്തിൽ ഒരു നിലപാട് ആവർത്തിച്ച് പറയല്ലേ ഞങ്ങൾ. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ നിലപാടെന്താ? ഇവര് ഇപ്പോഴും പറയുന്നു മൾട്ടി സ്റ്റേറ്റ് വരുന്നത് കൊണ്ട് SIT പോരാ. മൾട്ടി സ്റ്റേറ്റിന്റെ പശ്ചാത്തലത്തിലല്ലേ നേരത്തെ അത് പോയിട്ട് SIT വിശദീകരിച്ച കാര്യം ആണല്ലോ. അല്ല ഒന്നുകൂടെ പറയട്ടെ, അന്വേഷണം എത്തത്തില്ലെന്നല്ലയോ നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തത്? ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. N വാസുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. ഇനി ആരുടെയെങ്കിലും കാര്യത്തിൽ ഒന്നും ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ചയെല്ലാം നടത്തേണ്ട യുക്തി എന്താ? ശരി, അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, അന്വേഷണം ശരിയായ ദിശയിലാണെന്നുള്ളതാണല്ലോ പോയിന്റ്.